യെസ്, ശ്രീ രാധാകൃഷ്ണ മേനോൻ, എന്തായാലും ഈ സമരം അത് അനുദിനം ശക്തിപ്പെട്ട് വരികയാണ്. അതിന് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട്. ആശാ വർക്കർമാർ മുന്നോട്ട് വെച്ച അവരുടെ ആവശ്യങ്ങൾ അത് ന്യായമാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ അടിച്ചൊതുക്കാൻ വേണ്ടിയായിരിക്കില്ലേ ഒരുപക്ഷെ ഈ രീതിയിൽ വ്യക്തിപരമായ അധിക്ഷേപവുമായി CITU പോലുള്ളൊരു സംഘടന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്? CITUവിന് ഈ തരത്തിലൊരു തൊഴിലാളി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സമരത്തെ നോക്കിയിട്ട് ഇങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്ന് ഓർത്തിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവർ പാട്ടപ്പിരിവുകാരാണ് എന്ന് പറയുമ്പോൾ അവരെ പോലെ പാട്ടപ്പിരിവ് നടത്തിയ, അതല്ലെങ്കിൽ പാട്ടപ്പിരിവിന് ശേഷം ബക്കറ്റ് പിരിവ് നടത്തിയ അതേ ആളുകൾ, ആ ആളുകൾ ഇപ്പോ ഇവരെ പാട്ടപ്പിരിവുകാരെന്ന് ആക്ഷേപിക്കുമ്പോ, രോഗം വരുത്തുന്നവരെന്ന് ആക്ഷേപിക്കുമ്പോ അവരുടെ മാനസികാവസ്ഥ കമ്മ്യൂണിസമാണോ പിണറായിസമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം അവര് കമ്മ്യൂണിസം ഇന്നിപ്പോ അവരുടെ രക്തത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ടാവാം. കാരണം ഇവര് ഈ ആക്ഷേപിക്കുന്ന ആ മിനിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാനിപ്പോ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് സമാനമായി ആ കാലത്ത് ഒരു വിദ്യാർത്ഥിനി, ഒരു മിനിയുണ്ട് SUC. അവര് അടക്കം ധാരാളം ആളുകൾ ഈ തെരുവിൽ പാട്ടപ്പിരിവ് നടത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിയുടെ ഫാദർ ഒരു അധ്യാപകനായി. ഒരു ആശയത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ആ തരം ഒരു സമീപനത്തിലേക്ക് ഈ ചങ്ങനാശ്ശേരിയിലെ തെരുവിൽ അങ്ങനെ ആ കുട്ടി ഇറങ്ങി, അവരോടൊപ്പം ധാരാളം മറ്റു ചെറുപ്പക്കാർ അവരെല്ലാം ഒരുമിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ ഞങ്ങളതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ പല ആളുകളും ഇതിനെ ആക്ഷേപിച്ച് പറയുമ്പോൾ ഞാൻ ഈ ആക്ഷേപം പറയുന്നവരോട് പറയാറുണ്ട്, നമ്മുടെയൊക്കെ രക്തത്തിൽ RSSും BJPയും കയറിയതുപോലെ അവരുടെ രക്തത്തിൽ അന്ധമായ കമ്മ്യൂണിസം കയറിയത് കൊണ്ട് അവരിങ്ങനെ നിൽക്കുന്നു. അതിപ്പോ നടക്കാത്ത സ്വപ്നമാണ് എന്ന് ഏതെങ്കിലും കാലത്ത് ബോധ്യം വരുമ്പോൾ അവർക്ക് മാറ്റം വരുമായിരിക്കും. അതിനപ്പുറത്ത് അവരെ നമ്മൾ ആക്ഷേപിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ തമാശയോടുകൂടി അവരോട് പറയാറുണ്ട്. അപ്പൊ ഏതായാലും ഇന്നിപ്പോ യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം, ആ ആശയം നടപ്പാക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഇവരെല്ലാം എന്നാണ് ഇവരൊക്കെ അവകാശപ്പെടുന്നത്. പിണറായിയിലെ പാറപ്പുറത്ത് തുടങ്ങിയ കമ്മ്യൂണിസം, CPM കമ്മ്യൂണിസം, അതാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്നാണ് അവര് പറയുന്നത്. CPI കമ്മ്യൂണിസമാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് അവര് പറയുന്നു. എന്തിന്? ഇവരിൽ നിന്ന് ഇടക്കാലത്ത് തുടങ്ങിയ രാഘവൻ, MV രാഘവൻ അക്കാലത്ത് പറഞ്ഞു രാഘവന്റെ കമ്മ്യൂണിസമാണ് യഥാർത്ഥ കമ്മ്യൂണിസം. ഇപ്പൊ അതേ രാഘവന്റെ മകൻ നികേഷ് കുമാർ രാഘവനെ തള്ളി വേറൊരു പഴയ കമ്മ്യൂണിസത്തിൽ കൂടി അതാ കമ്മ്യൂണിസം എന്ന് പറയും. അതേ കാലഘട്ടത്തിൽ തന്നെ ഗൗരിയമ്മയുടെ കമ്മ്യൂണിസം, ആ കമ്മ്യൂണിസം പറയുന്നു അവരാ കമ്മ്യൂണിസം, ജനാധിപത്യ കമ്മ്യൂണിസം. ഫിലിപ്പം പ്രസാദ് ഒരു കാലത്ത് ML കമ്മ്യൂണിസത്തിന്റെ വക്താവായിരുന്നു. അദ്ദേഹം പറഞ്ഞ ML കമ്മ്യൂണിസമാണ് യഥാർത്ഥ കമ്മ്യൂണിസം. പിന്നീട് അദ്ദേഹം ആധ്യാത്മികതയുടെ ആളായപ്പോൾ അദ്ദേഹം പറയുന്നു ആധ്യാത്മികതയാണ് കമ്മ്യൂണിസം. അതിനുശേഷം അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ അജിത, അതിവിപ്ലവ കമ്മ്യൂണിസം, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച അജിത, അതേ അജിത പിന്നീട് സ്ത്രീ വിമോചന കമ്മ്യൂണിസമാകും. അങ്ങനെ ഇവിടെ കമ്മ്യൂണിസം നടപ്പാക്കാൻ ആന്ധ്ര ഒരു കാലത്ത് തെലങ്കാന കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ നാടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവിടെ കമ്മ്യൂണിസം ഇപ്പൊ ഇല്ല. റഷ്യയിലും ചൈനയിലും കമ്മ്യൂണിസം ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിലിപ്പോ ചൈന ഇപ്പോഴും കമ്മ്യൂണിസം എന്ന് പറയുന്നു. അവരുടെ കമ്മ്യൂണിസം ഏത് കമ്മ്യൂണിസമാണ്, എന്താണ് ആ കമ്മ്യൂണിസത്തിന്റെ സ്വഭാവം എന്ന് ഇപ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടി. റഷ്യയിലെ കമ്മ്യൂണിസം ഇന്ന് കമ്മ്യൂണിസം അല്ല, വേറെന്തോ ആണ് എന്ന് അവരൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയും. അപ്പൊ എവിടെയും ലോകത്തെവിടെയും ഇല്ലാത്ത കമ്മ്യൂണിസം. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസത്തിന് വേണ്ടി ആ ആശയം തലയിൽ കയറിയതിന്റെ പേരിൽ ഞങ്ങളുടെ ആദർശം നടപ്പാക്കാൻ കഴിയുന്നത് ഇതിലൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന സമൂഹം, അവർക്കത് വിശ്വസിക്കാൻ അവകാശമുണ്ട്. ഇവരെല്ലാം പിടിക്കുന്നത് ചുവപ്പ് കൊടിയാണ്. CITU പിടിക്കുന്നതും SUCI പിടിക്കുന്നതും ഒക്കെ ഒരേ കൊടിയാണ്, ഒരേ കളറാണ്. നമ്മളെല്ലാം നോക്കുമ്പോൾ കാണുന്നത് അതാണ്. അപ്പൊ നമ്മുടെ എല്ലാം ധാരണ ഇവരെല്ലാം ഈ നാട്ടിൽ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ഞാനടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാർ ധരിച്ചിട്ടുള്ളത്. കാരണം തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവം വിഭാവനം ചെയ്യുന്നു, തൊഴിലാളി വർഗത്തിന്റെ ഗവൺമെന്റ് യാഥാർത്ഥ്യമാകുമെന്ന് ഇവരൊക്കെ സ്വപ്നം കാണുന്നു. ആ തൊഴിലാളി വർഗ ഗവൺമെന്റിന് വേണ്ടി, തൊഴിലാളി വർഗ
ആധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ആയിരിക്കാമല്ലോ ഇവരുടെ സഖാക്കളെ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ പറഞ്ഞ് പഠിപ്പിച്ചത്. അതെ, അങ്ങനെ പഠിപ്പിച്ച SUCI കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ ആശയത്തിന്റെ പേരിൽ സാധാരണക്കാരായ പട്ടിണിക്കാരായ പാവങ്ങളായ ആശമാരെ സംഘടിപ്പിക്കാനുള്ള അവകാശമില്ലേ? ഇനി അവരെല്ലാം അവരോടൊപ്പം ആരൊക്കെയോ ചേർന്ന് അതിനെ പ്രോത്സാഹിപ്പിച്ചാലെന്താ തെറ്റ്? ആശമാർ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ അവരാഗ്രഹിക്കുന്നു, അവർക്ക് അവകാശങ്ങൾ ലഭിക്കണം, അവർക്കത് ആഗ്രഹിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാരിൽ എന്ന് അവകാശപ്പെടുന്നവരല്ല. നേരത്തെ രാജി പറഞ്ഞല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്നവർ ഈ സമരത്തോടൊപ്പം ഉണ്ട്, CIT-ക്കാരും ഉണ്ട്. അതെ, എല്ലാവരും. ഞാൻ പറഞ്ഞത് അതെ, ആ ഒരു വിപ്ലവം വിഭാവനം ചെയ്ത് കഴിഞ്ഞിരുന്നവർ ഇന്നിപ്പോ ഈ ഒരു സമീപനം, അതായത് ഈ SUCI എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പാട്ടപ്പിരിവ് നടത്തുന്നു എന്നുള്ളത് കൊണ്ടോ അവര് രാജ്യത്ത് രോഗം വരുത്തുന്നവരാണ്, പാട്ടപ്പിരിവ് നടത്തുന്നവരാണ്, അവർക്ക് സമരം നടത്താൻ അവകാശമില്ല എന്ന് പറയുന്ന ആ പിണറായിസത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ശരിയല്ല. കാരണം ഇവിടെ കേരളത്തിൽ തൊഴിലാളിക്ക് വേണ്ടി ഇന്നിപ്പോ പിണറായി അല്ല, അല്ലെങ്കിൽ പിണറായിയുടെ മരുമകനല്ല, അതല്ലെങ്കിൽ ആ CITU അല്ല, അതിനപ്പുറത്ത് BJP-യും അടക്കം ഈ നാട്ടിലെ പൊതുസമൂഹം ഒന്നായി ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവർക്കൊപ്പം നിൽക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനും എല്ലാം അവരുടെ സമരത്തിൽ പോയി നേരിട്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ആ നിലയിൽ ഈ വിഷയത്തെ കേരളീയ സമൂഹം ഒന്നാകെ കാണുമ്പോൾ അതിൽ സാധാരണക്കാരായ ഓട്ടോറിക്ഷക്കാരൻ അവന്റെ ഒരു ദിവസത്തെ വരുമാനം അവരുടെ പാട്ടയിലിടാനോ ബക്കറ്റിലിടാനോ തയ്യാറായി അവരെ സഹായിക്കാനെത്തുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരുടെ മനസ്സ് സാധാരണക്കാരായ ആശമാർക്കൊപ്പമുണ്ട് എന്നതിന് ഇതിനപ്പുറത്ത് എന്താ തെളിവ്? അവിടെയാണ് അവരെ തള്ളിപ്പറയുന്ന, അവർക്കെതിരായി നിലപാടെടുക്കുന്ന, അവർക്ക് സമരം ചെയ്യാൻ അവകാശമില്ല എന്ന സമീപനം സ്വീകരിക്കുന്ന അവർ കമ്മ്യൂണിസമല്ല, പിണറായിസമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ആ പിണറായിസം ഇന്ന് ഈ നാട്ടിൽ നിന്ന് അസ്തമിക്കാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതൊരു ആശയമല്ല, കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ പേരിലാണ് കഴിഞ്ഞ കാലത്ത് ആളുകൾ നിന്നതെങ്കിൽ പിണറായിസം ഇന്ന് ആമാശയത്തിന്റെ പേരിൽ നിൽക്കുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ നിലപാടിനൊന്നും വരാൻ പോകുന്ന കാലത്ത് വലിയ പ്രസക്തിയില്ല. ഈ നാട്ടിലെ സാധാരണക്കാരുടെ അവകാശം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആശമാരെ സഹായിക്കാനുണ്ടാവും. അവരുടെ അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ എല്ലാ തരത്തിലുമുള്ള പിൻബലവുമായി ഇന്ന് രാജ്യം ഒന്നാകെ അല്ലെങ്കിൽ സംസ്ഥാനം ഒന്നാകെ അവർക്കൊപ്പം നിൽക്കുമ്പോൾ അതിനെതിരായി പറയുന്നവർ ഒറ്റപ്പെടുകയാണ് ചെയ്യുക. അവിടെയാണ് CITU ഇവിടെ അപ്രസക്തമാവുകയാണ്. ഇന്നലെകളിൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയെന്ന് പറയുന്നവർ, ഇന്നും തൊഴിലാളിക്കൊപ്പമാണ് എന്ന് അവകാശപ്പെടുന്നവർ, അവരുടെയൊക്കെ നിലപാടുകൾ കേവലം അവകാശവാദങ്ങളാണ്. ആശയത്തിനപ്പുറത്ത് ആമാശയത്തിന് വേണ്ടി മാത്രം നിലപാടെടുക്കുന്നവരാണ് അവരെ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഈ നിലപാട് പരസ്യമായി പറഞ്ഞവരടക്കം എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.